മണ്ഡലക്കാരിൽ എവിടെ ഇരിക്കുന്നു. സീതാജി മത്സരിപ്പൊക്കെ ചെയ്ത കാര്യം നമുക്ക് പറ്റുമോ? സീതാജി മത്സരിച്ച് പരസ്യമായി സീതാജിക്കെതിരെ സീതാജി ഒരു പ്രസംഗം നടത്തിയത് പുള്ളിക്കല് KNM സമ്മേളനം നടക്കുമ്പോൾ സീതാജി പറഞ്ഞിരുന്നു ഞാൻ മുജാഹിദിന് വേണ്ടി അവസാനത്തുള്ള രക്തം ചെലവാക്കുക. അദ്ദേഹം ആവേശത്തിന് പ്രസംഗം സ്വാഭാവികമല്ലേ. അത് വിവാദമായി. പിന്നെ മലപ്പുറത്ത് നിന്ന് സീതാജി പറഞ്ഞു കൂട്ടരെ പാണക്കാട് തങ്ങൾ വിളിച്ചിട്ട് കടലിൽ ചാടാൻ പറഞ്ഞ സീതി ചാടും, അത്ര ശൂന്യ അത്രയുള്ള മുജാഹിദെ വീതിക്കൊള്ളൂ. കഴിഞ്ഞ വിഷയം തീർന്നു. ആ വിഷയം തീർന്നു. അവിടെ അവസാനിക്കട്ടെ. സീതാജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പർവ്വതീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊടി കെട്ടി കൊണ്ടോട്ടിയ മണ്ഡലത്തിൽ ആകെ പറഞ്ഞു സീതാജിയെ തോൽപ്പിക്കണം, മുജാഹിദാണെന്ന് നമ്മളൊക്കെ അനുഭവിച്ച ആൾക്കാരുണ്ടാവും. അനുഭവ സാക്ഷി ഈ അവസരം ഉണ്ടാവും. സമത്തിയുടെ കൊടികെട്ടി പ്രചരണം നടത്തുന്നല്ല പ്രശ്നം. സ്വന്തമായി പ്രചരണം നടത്തിക്കൊണ്ട് കുഴപ്പമില്ല. ഒരു മുസ്ലിം കയറിയിട്ട് പറയാം സീതയെ തോൽപ്പിക്കണം, കുഴപ്പമൊന്നുമില്ല. സമത്തിന്റെ ബാനറിൽ പറയാൻ പറ്റില്ല. കാരണം ആരും സമത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്ന ഒരാളെ തോൽപ്പിക്കണമെന്ന് പറയാൻ സമത്ത കേരള ജമിയത്തുലമ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ചുമതലപ്പെടുത്താത്ത സ്ഥിതിക്ക് ഒരാൾ കയറി അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട സമത്ത കേരള ജമിയത്തുലമയുടെ സമുന്നത നേതാവ് KV ഉസ്താദ് ജീവിച്ചിട്ടുണ്ട് എടപ്പാൾ. അദ്ദേഹത്തെ പത്രക്കാർ കണ്ട് KV ഉസ്താദിനോട് ചോദിച്ചു, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ സീതി ഹാജിക്കെതിരെ പരസ്യമായി സുന്നി വിദ്യാർത്ഥി സംഘം രംഗത്ത് വന്നിട്ടുള്ള സമത്തിലെ കൊടി പിടിച്ച് പ്രചരണം നടക്കുന്നുണ്ടല്ലോ, സമത്ത കേരള ജമിയത്തുലമയുടെ തീരുമാനമാണോ എന്ന് വെച്ചു. അല്ലാന്ന് പറഞ്ഞു KV ഉസ്താദ്. അല്ലാന്ന് പറഞ്ഞു നിഷേധിച്ചു. നിശ്ചയിച്ചപ്പോ പത്രക്കാർ കുളത്തുണ്ടാക്കാൻ നോക്കുമല്ലോ. പത്രക്കാരൻ കയറി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സമത്ത കേരള ജമിയത്തുലമ ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നില്ലേ, ഉൽപ്പതിഷ്ടുക്കൾ എതിർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എതിർക്കുന്നില്ല, സ്റ്റേജിലും പേജിലും ഒക്കെ വേദികളുണ്ട്, പിന്നെ എന്തുകൊണ്ട് സീതിയാജി എതിർക്കുന്നില്ല എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു സീതിയാജി പോകുന്ന കേരള നിയമസഭയിലേക്ക് അവിടെ മാലി മൗലൂദൊന്നും ചർച്ച നടക്കാറില്ല എന്ന് പറഞ്ഞു. ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തേക്കാം വളരെ തന്ത്രപരമായി. അത്രയേ ഉള്ളൂ. കേരള നിയമസഭയിലേക്ക് പോകുന്ന ഒരു സാമാജികനെ എതിർക്കാൻ മാത്രമുള്ള ഒരു സമീപനമൊന്നും സമത്തെ ഇതിലെടുത്തിട്ടില്ല. അതൊരു പൊതു തത്വമാണ്. മുസ്ലിം സമൂഹത്തിന്റെ സംഘശക്തിയിൽ ജയിച്ചു പോകുന്ന ആളുകളെ തോൽപ്പിക്കണമെന്ന ഒരു രീതിയിൽ സമത്വ തീരുമാനമെടുത്തിട്ടില്ല. പിന്നെ സംഘടന എന്ന രീതിയിൽ കൂടുതൽ സുന്നികൾ വരുന്നൊരു താല്പര്യം ഉണ്ടാവും, സ്വാഭാവികല്ലേ. അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. എന്ന് കരുതി നമുക്ക് യോജിക്കാത്തൊരു സ്ഥാനാർത്ഥി നോക്കിയാൽ സമത്വയുടെ രാഷ്ട്രീയം അയാളെ തോൽപ്പിക്കാനാണ് എന്ന് വരാൻ പാടില്ല. ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഇവിടെ ആകെ തർക്കം നടന്നത്. ആ വിഷയത്തിന്റെ പേരിൽ തർക്കം നടന്നു, കുഴപ്പം നടന്നു, അതിന്റെ പേരിൽ പ്രശ്നമുണ്ടായി. അതാണ് സത്യത്തിൽ സമത്വ കേരള ജമിയത്തുലമയിൽ ഭിന്നിപ്പിന്റെ കളമൊരുക്കുന്നത്. ഈ ഭിന്നതയുടെ കളമൊരുക്കി സമത്വ കേരള ജമിയത്തുലമയിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമ്മേളനം നടത്തുകയും അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേരളത്തിലെ ഭൗതിക രാഷ്ട്രീയ പ്രസ്ഥാനം, മതബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് ചെയ്തു കൊടുത്തു. അവരുടെ ഉദ്ദേശം ഈ സംഘടനയെ തകർക്കലേ. മുസ്ലിം ഉപയോഗപ്പെടുത്തി ഒരുപാട് പ്രവർത്തനങ്ങളിൽ മുസ്ലിം സംഘടനയുടെ ശബ്ദത്തിനെതിരെ ഇവരുടെ ശബ്ദം രംഗത്ത് വന്നു. അതേസമയം കഴിഞ്ഞ ഗവൺമെന്റ് വരുന്ന സമയത്ത് അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള സ്വലാത്ത് നഗർ പോലുള്ള സ്ഥലത്തൊക്കെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളും അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഒക്കെ. പക്ഷെ എന്ത് സംഭവിച്ചു? അവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും അവർക്ക് ഒരു എയ്ഡഡ് സ്കൂൾ പോലും ഒരു സ്ഥാപനം കിട്ടിയില്ല. അവർ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നില്ല. അപ്പൊ ഒരു കളമാറി ചവിട്ടൽ സ്വാഭാവികമായ ആവശ്യമാണ്. രാഷ്ട്രീയമായ കാര്യലാഭത്തിന് വേണ്ടിയുള്ള ഒരു ശബ്ദമാറ്റത്തിന് മാത്രമായിട്ട് കണ്ടാൽ മതിയാണ്. അതിന് വലിയ അത്ഭുതം. അതൊരു വിവാദമാക്കേണ്ട വിഷയമൊന്നല്ല. രാഷ്ട്രീയമായി കളമാറി ചവിട്ടുന്ന ഒരവസ്ഥ എന്തിനാ? അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാം. ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് അവരെ ശബ്ദം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രണ്ടാളെ പിന്തുണ മാറി ഗവൺമെന്റ് വീണ് പുതിയ ഗവൺമെന്റ് വന്നാൽ ഇയാളെ ശബ്ദം മാറും ഉറപ്പാ. കാത്തിരുന്ന് കാണാമല്ലോ നിങ്ങൾക്ക്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കാണുന്നത്. ഇതുവരെയുള്ള അനുഭവങ്ങളും സത്യങ്ങളും അതാണ് ശരിക്കും നമുക്ക് വിളിച്ചോളൂ. അതിന്റെ പേരിൽ പ്രവർത്തകർക്കിടയിൽ അസ്വാരസ്യമോ വിഭാഗീയത ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. സമത്വ കേരള ജമിയത്തുലമ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പാണക്കാട് ചെയ്തു കുടുംബം അതിന്റെ തലപ്പത്തുണ്ടെങ്കിൽ യാതൊരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. സമത്വ കേരള ജമിയത്തുലമ എപ്പോഴും കാര്യങ്ങൾ സമത്വയുടെ സമുന്നത നേതാക്കൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഒരു വലിയ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ മുസ്ലിം നേതൃത്വമായി ആശയവിനിമയം നടത്തിക്കൊണ്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ആ ചർച്ച ആരോഗ്യപരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാറുണ്ട്. അതിനപ്പുറം ഒന്നുമില്ലതിൽ. അതിന്റെ പേരിൽ ഒരു ആശങ്കയോ ആശയക്കുഴപ്പമോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. വാപ്പൂസിനെ ഇവിടെ ക്ലീനായി കാര്യം ഇവിടെ പറഞ്ഞില്ലേ. സമത്വ കേരള ജംഇയ്യത്തുലമക്കകത്ത് നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കി അവസാനം പുറത്തു പോയ ആളുകൾ മുസ്ലിം സംഘശക്തിയിൽ ഭിന്നതയുണ്ടാക്കുകയും മുസ്ലിം സംഘശക്തിയെയും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം നേതൃത്വത്തെയും അകറ്റുവാനുള്ള ഒരു തന്ത്രപരമായ സമീപനം മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ്. അവർക്കതിൽ താല്പര്യമുണ്ട്. ആ രീതിയിലുള്ള ഒരു ചെറിയ ശ്രമമാണ് അവർ നടത്തി നോക്കുന്നത്. അവരുടെ സൃഷ്ടിയാണത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കും. അതാണ് കഥ. പിന്നെ മീഡിയകൾ അതിന് പ്രചാരം കൊടുക്കും. പറഞ്ഞ കാര്യങ്ങൾ പകുതി പറയുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് മുറിച്ചു പറയുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കണം. സമത്വ കേരള ജംഇയ്യത്തുലമ എന്ന പണ്ഡിത സഭയെ അതുപോലെ തന്നെ കേരളത്തിൽ സയ്യിദ് കുടുംബം നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തമ്മിൽ ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ കേരളത്തിൽ ആർക്കും കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ,
രണ്ടും രണ്ട് രീതിയിൽ പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. പക്ഷെ രണ്ടിലും അംഗത്വമുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരിക്കും. അതിനെതിരെ കേരളത്തിൽ നടക്കുന്ന പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അപ്രസക്തമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ കാര്യം വ്യക്തമായി പറഞ്ഞു, ഈ വിഭാഗം ആളുകളെ കരുതിയിരിക്കണം. ശരിക്കും ആരുടെ വോട്ടും ആവശ്യമാണ് എന്ന രീതിയിൽ ഒരാളുടെ വോട്ട് വാങ്ങുന്നിടത്തല്ല പ്രശ്നം, മറിച്ച് ആ വിഭാഗം പ്രകടിപ്പിക്കുന്ന സമീപനം അവസാനം ഒരു പാലം വലിയലാവുകയിലേക്ക് വഞ്ചനാപരമായ ഒരു സമീപനമാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യമുള്ള പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകുന്നു എന്ന് മാത്രം. അത് സ്വാഭാവികമായി നിങ്ങൾക്കും ആലോചിച്ചാൽ അറിയാം. ഇപ്പോഴും നിങ്ങൾ നോക്ക്, ആധികാരികമായി അവരെ ഒരു മഹല്ലത്തിൽ ഒരു മദ്രസ അല്ലെങ്കിൽ ഒരു പള്ളി തറക്കല്ലിടാൻ നേരത്തെ ഇവിടെ പറഞ്ഞാൽ ആരെ വിളിക്കുക? നമ്മൾ കേരളീയ പാരമ്പര്യം അനുസരിച്ച് പാണക്കാട് സയ്യിദ് കുടുംബം, സമസ്തയുടെ എത്ര സമുന്നത നേതാവ് ഉണ്ടായാലും നമ്മൾ പാണക്കാട് തങ്ങളെ വിളിക്കും. അതിനാണ് ബർക്കത്ത് നമ്മൾ കാണുന്നു. സമസ്തയുടെ ആലിമീങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സ്വന്തം സഹോദരൻ ഇ കെ ഹസൻ മുസ്ലിയാർ മരിച്ചപ്പോ പോലും പാണക്കാട്ട് നിന്ന് തങ്ങൾ വരട്ടെ നിസ്കരിക്കാൻ എന്നാ പറഞ്ഞത്. എന്താ ഇ കെ അബൂബക്കർ മുസ്ലിയാർക്ക് സഹോദരനെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയാത്തതുകൊണ്ടാ? പാണക്കാട് തങ്ങൾ വരട്ടെ എന്നാ. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ വന്നിട്ടാണ് നിസ്കാരം നടത്തിയത്. ശംസുലമയുടെ ഭാര്യ മരിച്ചപ്പോ പാണക്കാട് തങ്ങൾ വരട്ടെ എന്നാ പറഞ്ഞത്. ആ ഒരുപാട് അണികൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ധാരാളമുണ്ട്. അത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് സമസ്ത ചെയ്തിട്ടുള്ളത്. ആ കുടുംബത്തുള്ള കൂറും കടപ്പാടും വർദ്ധിക്കും തോറും ആർക്കാ നേട്ടമുണ്ടാവുക? നേരെ മറിച്ച് ആ സ്ഥാനത്ത് പുതിയ ആളുകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പുതിയ ബിംബങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് അവരെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ആളുകളെ തിരിച്ചറിയട്ടെ. ഓർക്ക് നിങ്ങൾ തങ്ങൾക്ക് സമാന്തരം വേറെ തങ്ങന്മാരെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നവർ, സമൂഹത്തിൽ ഒരു പുതിയ നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വിറ്റ് കാശാക്കുന്ന പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്ന പോലെ ഒരു ഡൽഹി ഇമാമിന്റെ പരിവേഷം ചുമന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് ഇന്ന ആൾക്കാണ്, അത് ഇന്ന ഇലക്ഷനിൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കഴിഞ്ഞ തവണ അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തത് നിങ്ങൾ കണ്ടിരിക്കും. ആ അഭിമുഖത്തിൽ ചോദിച്ചു, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഇവിടെ പാർലമെന്റ് ഞങ്ങൾ കൂട്ടാന്നാണ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഇവർ ആർക്കാ പിന്തുണ കൊടുത്തില്ല എന്ന് പറയുള്ളൂ, നേരത്തെ പറയില്ല. അതിന് മുമ്പ് പറയില്ല. അതും പെട്ടി എണ്ണി കഴിഞ്ഞതിന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞാലും പറയില്ല, പെട്ടി എണ്ണിയൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റ് വന്നിട്ട് പറയും ഞങ്ങൾ ഇന്ന ആളെ പിന്തുണച്ചു, അങ്ങനെ പറയാറുള്ളൂ. ന്യായവും പറഞ്ഞു. നിങ്ങൾ പാർലമെന്റിൽ പോയി പ്രതിപക്ഷത്തിരുന്നിട്ട് കാര്യമില്ല, അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് അതുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുക്കുന്നതാണ്. ഈ രീതിയിലേ പറയാറുള്ളൂ. ഇപ്പൊ കേരളത്തിൽ പറഞ്ഞു ഒരു 3 സീറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനതിനെ കുറിച്ച് നമ്മുടെ ചർച്ച ചെയ്യുന്നില്ല, രാഷ്ട്രീയ ചർച്ചയില്ലല്ലോ. ആ ഭാഗം നമുക്ക് വിടാം. പക്ഷെ അതൊക്കെ അനമങ്ങാട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞോളൂ. അവൻ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക, കാരണം അതങ്ങനെ രസകരമായിട്ട് അങ്ങനെ പറഞ്ഞാൽ പോകുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചർച്ച ചെയ്യാണ്ട്. നമ്മുടെ സമൂഹത്തിൽ ലൈവായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിന്റെ മനസ്സാക്ഷിയിൽ തന്നെ മാറ്റം വന്നൊരു കാലഘട്ടം. ഇപ്പൊ ഞാൻ തന്നെ ഈയിടെ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ സ്ഥലം ചോദിക്കണ്ട, ചിലപ്പോ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് അവിടെ അധ്യക്ഷൻ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ ടീച്ചറോടൊക്കെ ചോദിച്ചു എന്താ പറയേണ്ടത് എന്ന പോലെ ഞാൻ അവിടെ ഒരു കാരണവരായ ഇരുത്തം ചെന്ന ഒരു പ്രായം ചെന്ന ഒരു കാരണവരുടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ അവിടെ പ്രസംഗിക്കേണ്ടത് ചോദിച്ചു. ആ സ്ഥലത്തിനനുസരിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു അത്യാവശ്യം ഒരു വിദ്യാഭ്യാസമൊക്കെ ഉള്ള നിലവാരമുള്ള ഒരു വയസ്സനാണ്. അതെ, റിട്ടയർഡ് അധ്യാപകനാണെന്ന് എനിക്ക് സംശയം. അദ്ദേഹം എന്നോട് പറഞ്ഞു, കാര്യമായിട്ടൊന്നും പറയാനില്ല, എന്നാലും ഇവിടെ പ്രസംഗിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ച് ധാരണ ഉണ്ടാവുന്ന അല്ലാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഒറ്റയടിക്ക് എന്നോട് ചിരിച്ചോണ്ട് പറഞ്ഞു, ഇസ്ലാംകാരെയൊക്കെ വളരെ റെഡിയാണെങ്കിൽ ഈമാൻകാരെ വല്ലതുകൊണ്ട് പറഞ്ഞാൽ മതി. പെട്ടെന്ന് മനസ്സിലായില്ല, ഫീഡ് ചെയ്തില്ല. കാരണം എന്താ ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞെങ്കിൽ തീരെ മനസ്സിലായില്ലല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, ഇസ്ലാംകാർ റെഡിയാന്ന് ഞാൻ പറയാൻ കാരണം നിസ്കാരത്തിന്റെ കാര്യത്തിലേക്ക് ഒന്ന് അതെല്ലാവരും ഭംഗിയായിട്ട് ഒത്ത പള്ളിയിലൊക്കെ ധാരാളം ആളുണ്ട്, കുട്ടികളൊക്കെ നന്നായി വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ രണ്ടാമതുള്ള ഒന്ന് നോമ്പാണ്. നോമ്പിനൊക്കെ കുട്ടികൾ വളരെ സജീവ. പണ്ടത്തെ പോലെ ഹോട്ടലിൽ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് ഭക്ഷണം കഴിക്കാനും നോമ്പ് കുറിക്കാനും ആൾക്കാരൊക്കെ നല്ലോണം നോമ്പ് കൊടുക്കുന്നുണ്ട്. ഈത്തിക്കാഫുണ്ട്, ഖുർആൻ ഓതുന്നവരൊക്കെ ഉണ്ട്. പിന്നെ സക്കാത്തിന്റെ കാര്യമാണ്. അതിപ്പോ റിലീഫ് പ്രവർത്തനം നാട് മുഴുവൻ നടക്കുക. റിലീഫിന്റെ ഫോട്ടോ പത്രത്തിൽ വരാൻ പേജില്ലാത്തതിന്റെ കിട്ടാത്ത കേസുകൾ സാധിക്കലും എല്ലാവരും ഉച്ചരിച്ചല്ലേ. പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പമല്ല, നിസ്കരിക്കണമെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പോകണം. അതിനെന്താ മാർഗം എന്ന് ചോദിച്ചാൽ എന്നോട്. അത് ഈമാന്റെ കുറവാണ്. അപ്പൊ ഇസ്ലാമിനല്ല ഇപ്പോൾ ഇവിടെ കുഴപ്പം പറ്റിയത്, ഈമാന്റെ കുഴപ്പം പറ്റി. ഇസ്ലാം നല്ലതാന്ന് എല്ലാവർക്കും അറിയാം, നിസ്കാരം നോമ്പും സക്കാത്തും ഒക്കെ ഉണ്ട്. പക്ഷേ കാപ്പട്യം മനുഷ്യനെ വല്ലാതെ പിടികൂടി. ഈ രീതിയിൽ മനുഷ്യൻ ശരിക്കും കാപ്പട്യത്തിന്റെ അടിമകളായി മാറി. അതിനെന്താ മാറി പരിഹാരം വല്ലതുണ്ടെങ്കിൽ പറയാൻ പറ്റും. വേള പറഞ്ഞ് സത്യത്തിലായ തമാശ രൂപത്തിലാണ് പറഞ്ഞെങ്കിൽ സത്യം അതല്ലേ. കാപ്പട്യത്തിന്റെ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. ആ കാപ്പട്യമാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന തിട്ടങ്ങളുണ്ട്. ഈ കാപ്പട്യം പ്രകടിപ്പിക്കുന്ന സമൂഹം ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമുക്ക് പോകാൻ പാടില്ലല്ലോ. നമ്മൾ ശരിക്കും നമ്മുടേതായ മർമ്മപ്രധാനമായ പ്രശ്നത്തിൽ ഊന്നിന്നുകൊണ്ട് പ്രതികരിക്കണം എപ്പോഴും. ഇപ്പൊ തന്നെ കേരളത്തിൽ കണ്ടോ നിങ്ങൾ, വരും തലമുറയെ രൂക്ഷമായി ബാധിക്കുന്ന ഒരു പ്രശ്നം. ഇപ്പൊ ജസ്റ്റിസ് കൃഷ്ണയ്യർ കൊടുത്ത റിപ്പോർട്ട്, വിമൻസ് കോഡ് ബില്ലിൽ എന്താ പറഞ്ഞത്? കുട്ടികൾ 2ൽ കൂടുതലുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്നാ പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെയൊക്കെ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ആ സമിതിയിലുള്ള ആളുകളൊക്കെ നമ്മൾ പഠിക്കണം.
മുസ്ലിം സമൂഹം അംഗസംഖ്യ കൂടുന്നുള്ളൂ ചർച്ചയുടെ കേരളത്തിൽ വെറ്റ് പെരുകുന്നു എന്നൊരു പരാതി. ഇങ്ങനെ നിയമങ്ങളെ കർശനമായി നിരോധിക്കുന്നൊരവസ്ഥ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും. സത്യത്തിൽ അതിൽ പറഞ്ഞ നിയമങ്ങളോ ഗർഭഛിദ്രം വ്യാപകമാക്കാം, പരസ്യമായിട്ട് ഗർഭഛിദ്രത്തിന് ഇഷ്ടംപോലെ സൗകര്യം സംവിധാനം ചെയ്തു കൊടുക്കുക. ആ ഒരു സമീപനം നമ്മുടെ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ചർച്ചയ്ക്ക് തന്നെ വരാൻ പാടില്ലല്ലോ. അത് ചർച്ചയ്ക്ക് തന്നെ വരാൻ പാടില്ല. അത് ചർച്ചയ്ക്ക് വന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ആ രീതിയിൽ നമ്മുടെ ജനസമൂഹത്തെ തെറ്റായ മാർഗത്തിൽ ചിന്തിപ്പിക്കുകയും ആ രീതിയിൽ ചർച്ചയ്ക്ക് കളമൊരുക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ സമീപനം എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായി? അതിനെതിരെ പ്രബുദ്ധരായ സമൂഹത്തെ കൊണ്ടുവരണ്ടേ? നമ്മള് ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട കടമ നമുക്കില്ലേ? ആ രംഗത്ത് തർക്കങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന്റെ ചിത്രത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം 9:30 മണിയാവുന്നുണ്ട്. കാര്യം വളരെ പെട്ടെന്ന് ഈ ഹോൾ ഒഴിവാക്കി കൊടുക്കേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും നേതാക്കൾ സംസാരിക്കാറുണ്ട്. ഞാൻ വളരെ ചുരുക്കുക. ഇതൊരു സ്വീകരണ യോഗമാണ്, വിശാലമായ പ്രസംഗത്തിന്റെ വേദിയല്ല. ഒരുപാട് നേതാക്കൾ ഇവിടെ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സദസ്സിലെ സഹോദരങ്ങളോട് അവസാനമായി പറയാനുള്ളത്, നിർമ്മാണാത്മക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ നിർമ്മാണ മേഖലയിൽ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള സന്ദർഭമാണ്. നമ്മുടെ ചെറുപ്പക്കാർ മതവിദ്യാഭ്യാസത്തിന്റെ കാര്യം സമത്വം നടത്തിയ ഏറ്റവും വലിയ പ്രവർത്തനം മതവിദ്യാഭ്യാസമാണ്. മതവിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ പോലും നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ നിൽക്കുന്നത്? കേവലം ഒരു അടിസ്ഥാനപരമായ മതവിദ്യ മാത്രം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥ. അടിസ്ഥാനപരമായ മതവിദ്യ എന്ന് പറയുന്ന 5ാം ക്ലാസ് മദ്രസ. ഞാൻ ഈ ഒരു കണക്ക് പരിശോധിച്ചു സമത്തയിലെ. ഇക്കാലം അത്രയുമുള്ള സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു കണക്ക് പരിശോധിച്ചപ്പോ 5ാം തരം പൊതുപരീക്ഷ പാസ്സായി പോയ കുട്ടികളുടെ എണ്ണം, മൊത്തം സമത്വ പൊതുപരീക്ഷ 5ാം തരം പരീക്ഷ പാസ്സായ എണ്ണം ഏകദേശം 25,35,000 കുട്ടികളാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ 25.5 ലക്ഷം കുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 25.5 ലക്ഷം കുട്ടികൾ 5ാം ക്ലാസ് പാസ്സായി. അതേ സ്ഥാനത്ത് 7ാം ക്ലാസ് പാസ്സായ കുട്ടികളോ 9,10,000 മാത്രം. എന്ന് പറഞ്ഞാൽ 16 ലക്ഷത്തിലധികം കുട്ടികളും 5ാം ക്ലാസ്സിൽ വെച്ച് ഡ്രോപ്പ് ഔട്ട് ആയി പോയി.